എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ നേരുകയാണ്. ഇപ്പോൾ ഇതാ സൗദിയിൽ ഈദ്ഗാഹിൽ നിസ്കാരവും കഴിഞ്ഞ് ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. നിങ്ങൾക്ക് മഴയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. ഒരു നാട്ടിൽ ഈദ് കൂടിയതിൻ്റെ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ടാവില്ല. ചില ഈദിന് നല്ല മഴയൊക്കെ ആയിട്ട് വളരെയധികം ഒരു സുഖകരമായൊരു അന്തരീക്ഷം ഉണ്ടാവുക. ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഫീൽ ചെയ്യുന്നത്. നാട്ടിലുള്ളതുപോലെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സാഹചര്യം വളരെ മോശപ്പെട്ടൊരു സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റൂ. നമ്മൾ കൂട്ടിയാൽ കൂടുന്നതല്ല. അപ്പം പരമാവധി പ്രാർത്ഥനകൾ നടത്തുക, പിന്നെ സുരക്ഷിതരായിരിക്കുക, അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏത് നാട്ടിലാണോ താമസിക്കുന്നത്, എവിടെയാണോ ഉള്ളത്, ആ നാട്ടിലെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. പരമാവധി സോഷ്യൽ മീഡിയ ന്യൂസുകൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ പോലും മുതിരരുത്. അതത്ര അഭികാമ്യമായൊരു നിലപാടല്ല. അതിൽ വരുന്ന ന്യൂസുകളൊക്കെ സ്വന്തം താല്പര്യപ്രകാരം അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് പടച്ചുവിടുന്ന ന്യൂസുകളാണ്. ഓരോരോ ഇഷ്ടങ്ങൾ അവരവരുടെ മനസ്സിലെ തോന്നലുകളാണ് അവർ ന്യൂസായിട്ട് ഇടുന്നത്. അപ്പം അത്തരം ന്യൂസുകളിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക. പ്രധാനമായിട്ട് പറയാനുള്ളത്, നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം മഹിതമായ പാരമ്പര്യമൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് മുൻനിര മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു കമൻട്രി കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ ഒരു വലിയൊരു ഭയം നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. വളരെ വെറുതെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ. മുൻനിരയിലെ പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം സബ്ജക്റ്റ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു താൽക്കാലികമുണ്ടായ ഒരു ടെക്നിക്കൽ എററിനെ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ പാനിക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വല്ലാതൊരു വിഷമവും തോന്നി, അമർഷവും തോന്നി. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പാനിക്കിലേക്ക് വിടുന്നത്? എന്തിനാണ് അവരെ അമ്പരപ്പോടെ ജീവിക്കാൻ ഇങ്ങനെ ഇത്തരം ന്യൂസുകൾ പടച്ചു വിടുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഈദായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ ഈദാശംസകൾ നേരുകയാണ്.